എന്തായാലും സംഗതിയേറ്റു. ഭാഗ്യം. മധുവേട്ടന് ഞാനാന്ന് മനസ്സിലായില്ല. എന്റെ അമ്മ പൊളിഞ്ഞോ? എന്താ മധുവേട്ട വിളിച്ചത്? വിശക്കുണ്ടോ? തെപ്പ് വിളമ്പാം. എന്താടി ഇത്? അത് മനസ്സിലായി. ഇതെങ്ങനെ നമ്മുടെ ബെഡ്റൂമിൽ വന്നു? ഇത് കൊള്ളാം. അതെനിക്കെങ്ങനെ അറിയാം? നീ എന്റെ അടുത്ത് വിളച്ചിലെടുക്കരുത്. കാലത്ത് ഇത് വിട്ടുകൊണ്ട് വന്നാൽ ലൈലയുടെ കരണം തടിച്ച നീയല്ലേ? പറയടി, നീയല്ലേ? അതെ, ഞാൻ തന്നെയാ. അവളുടെ ഒരു കരണത്തിലേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സങ്കടേ ഉള്ളൂ. അവളെ എന്തിനാ നീ അടിച്ചത്? എന്തിനാന്നാ ചോദിച്ചത്? എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാൻ വേറൊരുത്തി നോക്കുമ്പോ ഞാൻ പിന്നെ എന്ത് വേണം? കൈ വലിച്ച് കരണത്തടിക്കണോ അത് കൈ കൊടുക്കണോ? എന്താ ഇരിപ്പ്! മുട്ടി ഉരുമി ഭാര്യ പോലല്ലേ ഇരുന്നിരുന്നത്. മധുവേട്ടനൊന്ന് എസ് മൂളിയിരുന്നെങ്കിലേ അവള് റിമോട്ടിലിരുന്നേനെ. തീർച്ചവള്. മതി, നിർത്ത്. ഇന്ദു, ഇത് സിറ്റിയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരും, ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തെന്ന് വരും. ഇന്നത്തെ കാലം അതാണ്. അതിനൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് കാണാൻ പോയാൽ ഭയങ്കര കഷ്ടമാവും. മധുവേട്ടൻ എന്താ കൂത്താടിയോട് പറഞ്ഞേ? ഞാൻ ശുദ്ധ നാട്ടും പുറത്തുകാരിയാണെന്നല്ലേ? ഈ സ്വഭാവം കണ്ട എങ്ങനെ പറയാതിരിക്കും? ഉച്ചയ്ക്ക് ചോറെടുക്കാമെന്ന മണിയുടെ നട്ടെല്ലെറിഞ്ഞൊടിച്ചു. അത് ഓഫീസിൽ പാട്ടായി. നീയാണ് ലൈലയുടെ കർണത്തടിച്ചെന്നും കൂടെ അറിഞ്ഞ എന്റെ മാനം പോയത് തന്നെ. മാനം പോയാ തിരിച്ചെടുക്കാം, സ്വന്തം ഭർത്താവ് കൈവിട്ടു പോയാ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ ഇന്ദു, ഞാൻ തോറ്റു. നീ നിനക്ക് ശരിയെന്ന് തോന്നണ പോലെയൊക്കെ അങ്ങ് ചെയ്യ. എന്നെ വെറുതെ